നല്ല അസല തണുപ്പിലും പൊല്യൂഷനിലും പെട്ട് കിടക്കുന്ന നമ്മുടെ ഡൽഹിയുടെ ഇപ്പോഴത്തെ കാഴ്ചയാട്ടോ. അതേ മുകളിലൂടെ മെട്രോ, താഴെ കുറെ പശുക്കൾ, ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട പ്രത്യേകതകൾ. നമ്മൾ പോകുന്നത് മറ്റെങ്ങോട്ടും അല്ല കേട്ടോ, ഗുരുവായൂരപ്പന്റെ അമ്പലത്തിലോട്ടാണ്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിൾ, ഡൽഹി. അത് നല്ല കിടിലം പ്ലേസിലാണ് നിൽക്കുന്നത്. സൈഡിലോട്ടൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം. ടോ ചെയ്യാതിരിക്കാൻ നോക്കി പാർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ അതേ നമ്മൾ അമ്പലത്തിനകത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ മലയാളികളുടെ അമ്പലം ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ കേരളത്തിൽ വന്ന ഒരു പ്രതീതി നമുക്ക് തോന്നാറുണ്ട് കേട്ടോ. ഈ എന്താ പറയാ, കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ അമ്പലങ്ങളൊന്നും സാധാരണ ഇങ്ങനെയല്ലല്ലോ. അപ്പൊ വരുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് ആശ്വാസം. ഇതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ്. ഈ വന്ന് നിൽക്കുന്ന നമ്മുടെ അമ്പലത്തിനകത്ത് തന്നെ പഴയ ബുക്കുകൾ സെല് ചെയ്യാൻ വെച്ചേക്കോ, നമ്മുടെ നാമജപങ്ങളൊക്കെ ഉള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ നിൽക്കുന്നത് സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ പോലെ തന്നെ വെക്കുന്ന സാധനങ്ങളില്ലേ, അതുപോലെയുള്ള. ഇവിടുന്ന് കലണ്ടർ കിട്ടും, പുതിയ വർഷമല്ലേ, അപ്പോൾ ഒരു കലണ്ടർ എന്തായാലും വാങ്ങണം. നമ്മുടെ മനോരമയോ മാതൃഭൂമിയോ, പിന്നെ നല്ല വിളക്കുകൾ കിട്ടും. അങ്ങനെ തൊഴുതിറങ്ങി ഇതാണ് മുൻ കവാടം എന്ന് പറയുന്നത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ടോ ചെയ്യാതെ നോക്കി നമ്മൾ പാർക്ക് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ഇലക്ട്രിക് റിക്ഷകളും കിട്ടും, ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പോകുന്നത് നമ്മുടെ യമുന തീരത്തിലൂടെയാണ്. പിന്നെ ഓരോ മസാല ദോശയും കഴിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ബൈ ബൈ ഡിയേഴ്സ്.